അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിട പറയാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിച്ച നോമ്പും സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ലൈലത്തുൽ ഖദർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 27-ാം രാവിന് മുമ്പായിട്ട് ഇനി നിങ്ങൾക്ക് ഇന്നും നാളെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ 27-ാം രാവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യം ചെയ്യണം. കാരണം ലൈലത്തുൽ ഖദറിനെ ഏറെ പ്രതീക്ഷിക്കേണ്ട ഒരു രാവാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 27-ാം രാവ്. അല്ലാത്ത ദിവസങ്ങളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. എന്നാൽ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഏറെ പ്രതീക്ഷിക്കേണ്ടത് റമദാൻ മാസത്തിലെ 27-ാം രാവിനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മാത്രം സമയം മതി. നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ 27-ാം രാവിൻ്റെ അന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ 27-ാം രാവ് വരെ നിങ്ങൾ ഈ കാര്യം മഗ്‌രിബിൻ്റെ ശേഷം അല്ലെങ്കിൽ പാതിരാ സമയത്ത് അല്ലെങ്കിൽ സുബ്ഹിയോട് അടുത്ത സമയം ഏതെങ്കിലും ഒരു സമയത്ത് ഇന്നത്തെ രാവിൽ, അതുപോലെ 27-ാം രാവിൽ കഴിയുന്നതും ഇനി റമദാൻ 27-ന് കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആ ദിവസം വരെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആ റബ്ബ് സുബ്ഹാനഹു തആല ഒരിക്കലും തള്ളിക്കളയില്ല. എന്നാൽ ഈ ദിക്ർ ചൊല്ലാൻ നിങ്ങൾക്ക് സെക്കൻഡ് സമയം മാത്രം ചിലവഴിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത് ഈ കാര്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഇബാദത്തുകൾ എടുത്താൽ, നിസ്കരിച്ചാൽ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ മുൻകാലങ്ങളിൽ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. കരുണക്കടലായ റബ്ബ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പാപങ്ങളും പുറത്തു നൽകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു നൽകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. അതായത് നമ്മോട് തെറ്റ് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ നാട്ടിലുണ്ടാകും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകും. എന്നാൽ അവർക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കണം. അവരോട് നമ്മൾ കിബർ കാണിച്ച് അവർ നമ്മുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർ നമ്മെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവർ നമ്മളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പുറത്തു കൊടുക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും പുറത്തു നൽകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അധിക വീടുകളിലും അമ്മായിമ്മ മരുമകൾ വലിയ പോരായിരിക്കും. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ മരുമകൾക്കൊരു തോന്നലുണ്ടാകും, വീട്ടിൽ നിന്നും ഒരു 4 ദിവസമൊക്കെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാമെന്ന്. എന്നാൽ ആ സമയത്ത് അമ്മായിമ്മ പറയും, ഇപ്പോൾ പോകേണ്ട, ഇവിടെ ഉപ്പയുണ്ട്, ഉപ്പാക്ക് മരുന്ന് കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, വസ്ത്രം അലക്കി കൊടുക്കണ്ടേ, ഞങ്ങൾക്ക് പ്രായമായില്ലേ, ഇവിടെ എന്നെയും ഉപ്പാനെയും നോക്കാൻ ആരാണുള്ളത്, ഇനി പോയാൽ, ഇനി നീ പോവുകയാണെങ്കിൽ ഒരു ദിവസം നിന്നാൽ മതി എന്നൊക്കെ മരുമകളോട് ഈ അമ്മായിമ്മ പറയും. ആ സമയത്ത് മരുമകൾക്ക് വലിയ ദേഷ്യമായിരിക്കും ഈ അമ്മായിമ്മയോട്. കാരണം അവൾ പ്രതീക്ഷിച്ചത് ഒരു 4 ദിവസം എങ്കിലും പെരുന്നാളിന് അവരുടെ വീട്ടിൽ പോയി നിൽക്കുക എന്നായിരിക്കും. അത് ഈ അമ്മായിമ്മ കാരണം ഇല്ലാതെയാകുമ്പോൾ പരസ്പരം വലിയ ദേഷ്യവും കിബ്റും അസൂയയുമൊക്കെ ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പല വീടുകളിലും അമ്മായിമ്മ മരുമകൾ വലിയ പോരായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങൾ വലിയ കിബറും അസൂയയും പിണക്കവുമൊക്കെ ആയിക്കൊണ്ട് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ നൽകില്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടി എല്ലാ കിബറും അസൂയയും പോലും എല്ലാം കളഞ്ഞ് നല്ല ഹൃദയശുദ്ധിയോടുകൂടി പരസ്പരം സ്നേഹത്തോടുകൂടി എല്ലാം അങ്ങ് പുറത്തു കൊടുക്കുക.
എന്നാൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടുകയുള്ളൂ. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാം പുറത്തു നൽകുകയുള്ളൂ. അല്ലാതെ നമുക്ക് പൊറുക്കലിനെ ചോദിച്ച് അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തിട്ടോ, ഇതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഒരുപാട് ഇബാദത്തുകൾ എടുത്തിട്ടോ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടോ അള്ളാഹു സുബ്ഹാനഹു തആല അത് പുറത്തു നൽകില്ല. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും പുറത്തു നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉലമാക്കൾ പറയുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ലൈലത്തുൽ ഖദർ നമുക്ക് ഏറെ കിട്ടാൻ നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഖദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ ഇന്ന് രാവിൽ, അതുപോലെ 27-ാം രാവ് വരെ, 27-ാം രാവിലൊക്കെ ധാരാളമായിട്ട് ഓതുക. കഴിയുന്നതും ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഓതുക. റബ്ബ് സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ 27-ാം രാവിൻ്റെ മുമ്പായിട്ട് വളരെ ഈസിയായിട്ട്, വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ആ ചെറിയ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദുആ ഒരു ചെറിയ ദുആയാണെങ്കിലും വളരെ വളരെ ശക്തിയേറിയൊരു ദുആയാണ് ഇത്. ഈ ദുആ വെറും 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം നമുക്ക് നിറവേറിക്കിട്ടാൻ അധിക സമയമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. വളരെ എളുപ്പത്തിൽ, മിന്നൽ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ച് നിറവേറ്റിയെടുക്കാൻ പറ്റിയ വലിയ മഹത്വമേറിയ ഒരു ദുആയാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ, നമ്മുടെ സൃഷ്ടാവിൻ്റെ മുഴുവൻ നാമങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ടോ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു നാമം നമ്മൾ ചൊല്ലിക്കൊണ്ടോ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ നമ്മുടെ നബി, ഈ ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാൻ മുത്തുനബിയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്കും ഇജാബത്തുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമവും അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വരുന്ന ഒരു സ്വലാത്തും, ഇത് രണ്ടും ചേർന്ന് കൊണ്ടുള്ള ഒരു ദുആയാണ്. അപ്പോൾ അതിന് പവർ ഇരട്ടിയല്ലേ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാകും. വളരെ എളുപ്പത്തിൽ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. മാത്രമല്ല, ഇന്ന് അതുപോലെ 27-ാം രാവിൻ്റെ അന്നൊക്കെ ലൈലത്തുൽ ഖദറിന് ഏറെ പ്രതീക്ഷയുള്ള രാവുകളാണ്, ദുആക്ക് ഇജാബത്തുള്ള രാവുകളാണ്. മാത്രമല്ല, നാം എല്ലാവരും നോമ്പുകാരാണ്. നോമ്പ് നോറ്റതിൻ്റെ ശേഷമാണ് നമ്മൾ, നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ദുആ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു തആല തട്ടിക്കളയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റുള്ളവരുടെ റീച്ചിന് വേണ്ടിയിട്ടും അവരുടെ ദുനിയാവിലെ വിജയത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സമയം നിങ്ങൾ നൽകാതെ, അതായത് പല സഹോദര സഹോദരിമാരും നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ കയറിക്കൊണ്ട് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് അവരുടെ ഡാൻസും പാട്ടും അവരുടെ വ്ളോഗും ഒക്കെ കണ്ട് അവർക്ക് ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് അവരുടെ വീഡിയോ റീച്ചാക്കി കൊടുത്ത് അവർക്ക് സമ്പത്തുണ്ടാക്കുകയും അവർക്ക് ദുനിയാവിലെ വിജയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളുടെ സമയം നിങ്ങൾ ചിലവഴിക്കരുത്.
നിങ്ങൾ മാറ്റിവെക്കരുത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമൊക്കെ വലിയ പൂർച്ചയാക്കപ്പെട്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലൊക്കെ നിങ്ങൾ ഒരിക്കലും ആ സമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കരുത്. ആ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഹലോക വിജയത്തിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തുകൾ എടുക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി, ഈ അമല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെറും ഒരു 3 വട്ടം ഈ ദുആ പറയാൻ വേണ്ടി കുറച്ച് സെക്കൻഡുകൾ സമയം ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ, പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങൾ നടക്കാതെ പോയതുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇത്. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതെ പോകല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ ദുആ 3 വട്ടം പറഞ്ഞാൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ട്, നിങ്ങളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന്. എന്നാൽ ഈ ദുആ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ ദുആ നിങ്ങൾ 1 വട്ടം പറയുക. എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുക. വീണ്ടും നിങ്ങൾ ഈ ദുആ 1 വട്ടം പറയുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ പ്രയാസം എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയുക. മൂന്നാമതായിട്ടും ഈ ദുആ പറയുക. എന്നതിന് ശേഷവും നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുക. ഈ രീതിയിലാണ് നിങ്ങൾ ഈ ദുആ നിങ്ങൾ ചൊല്ലേണ്ടത്. ഈ ഒരു ദുആ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെ ഈസിയായി പഠിച്ചെടുക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. ഇനി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ ചെയ്യുക. ഈ ദുആയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 4 ഇസ്മുകൾ ഇതിലുണ്ട്. അള്ളാഹുവിൻ്റെ 4 നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദുആയാണ് ഇത്. അതിൽ ഒന്നാമത്തെ ഇസ്മാണ് യാ ബദിഉ യാ അല്ലാ, മുൻ മാതൃകയില്ലാതെ പടച്ചവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി രണ്ടാമത്തെ ഇസ്മാണ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി മൂന്നാമത്തെ ഇസ്മാണ് യാ ഹയ്യു യാ അല്ലാ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഇനി നാലാമത്തെ ഇസ്മാണ് യാ ഖയ്യൂമു യാ അല്ലാ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഈ 4 ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള ഒരു ദുആയാണ് ഇത്. ഇനി ആ മഹത്വമുള്ള ആ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദുആയാണ് നമ്മൾ വെറും 3 വട്ടം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ ഒരു ദുആയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വെറും 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ ഈ ദുആ 1 വട്ടം ചൊല്ലുക, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വീണ്ടും ഈ ദുആ 1 വട്ടം ചൊല്ലുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം ഈ ദുആ ചൊല്ലുമ്പോഴും നമ്മൾ അതിനിടയിൽ അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ദുആ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിത്തീർക്കുക. എന്താണ് ഈ ദുആയുടെ അർത്ഥം? ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം.
അല്ലാഹുവേ, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ആരാധനക്കർഹനില്ല. എല്ലാ നന്മകളും നൽകുന്നവനെ, ആകാശഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പടച്ചവനെ, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനായ റബ്ബേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനും നിയന്ത്രിക്കുന്നവനെ, എൻ്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും അവിടുന്ന് കരുണ നൽകണമേ എന്നാണ് ഈയൊരു ദുആയുടെ അർത്ഥം വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈയൊരു ദുആയുണ്ടല്ലോ, ഇത് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടാനുള്ള സമയത്തും, അതുപോലെ പ്രയാസങ്ങൾ വരുന്ന സമയം, വലിയ ടെൻഷൻ ഉണ്ടാകുന്ന സമയം, ജീവിതം തന്നെ മടുത്തു പോകുന്ന സമയം, നമുക്കൊരു സമാധാനം ലഭിക്കാൻ, നമ്മുടെ ദുആ റബ്ബ് സ്വീകരിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനൊക്കെ എല്ലാ സമയത്തും നമുക്ക് ഈ ദുആ ഇതുപോലെ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പ്രധാനമായിട്ടും ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യം നൽകിയ, മഹത്വം നൽകിയ, ശ്രേഷ്ഠത നൽകിയ, ദുആക്ക് ഇജാബത്ത് നൽകിയ രാവുകളിൽ, ദിവസങ്ങളിൽ, മാസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ദുആ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാൻ മറക്കല്ലേ. പ്രധാനമായിട്ടും ഇന്നത്തെ രാവിൽ, ലൈലത്തുൽ ഖദറിൻ്റെ പ്രതീക്ഷിക്കേണ്ട ഈ രാവ്, പരിശുദ്ധമായ 27ാം രാവിലൊക്കെ ഈ ദുആ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുന്ന മുത്തഖീങ്ങളിൽ നാം എല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.